അത് കാർത്തിക ചേട്ടന് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ കല്യാണ സമയത്ത് അതേ മണ്ഡപത്തിലിരിക്കാൻ ഏട്ടന് ബുദ്ധിമുട്ടുണ്ടാവും. കാർത്തിക അളിയനും തമ്മിലുള്ള ശത്രുതയൊക്കെ എനിക്കറിയാം. പക്ഷേ അളിയൻ നീക്കി നീക്കി കല്യാണം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് സംശയത്തോടെ എല്ലാവരും കാണാവൂ. അവസാനം മുഹൂർത്ത സമയത്ത് അളിയൻ കാല ഓടക്കി. ഞാൻ ജീവനോടെ ഉള്ളപ്പോ അത് നടക്കൂടാ? നടക്കില്ലെന്നറിയാം. എങ്കിലും ഹരിത എന്ന പെൺകുട്ടിയെ അളിയൻ ഇഷ്ടമാണെങ്കിൽ മോളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് അവരുടെ കല്യാണം നടത്തണോ അമ്മായി? അതിനി അവധിക്ക് വെക്കരുത്. കാർത്തിയുടെയും ചാരുവിന്റെയും കല്യാണക്കുറി അടിക്കുമ്പോ അവരുടെയും കൂടെ അങ്ങ് അടിക്കണോ അമ്മായി? ആ, അതന്നെ അമ്മ എന്റെ അഭിപ്രായം. ഹരിതയ്ക്കും എടിപിടിന്ന് കല്യാണം നടത്തുന്നതിനോട് താല്പര്യമില്ല. എന്തായാലും സ്ത്രീധനം വാങ്ങിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ ഒരു താലിമാല അവളെ കഴുത്തിയിട്ട് കൊടുത്തിട്ട് വിളിച്ചോണ്ട് വന്ന എന്താ കുഴപ്പം? എന്റെ അമ്മായി, ദീപയെ കല്യാണം കഴിക്കാൻ വേണ്ടി അളിയൻ പറഞ്ഞ കള്ളങ്ങളൊക്കെ അമ്മായിയുടെ മനസ്സിലുണ്ടല്ലോ. അങ്ങനെ ഉള്ളപ്പോ അളിയൻ പറയുന്നൊക്കെ അപ്പാടെ വിഴുങ്ങാതിരിക്കുന്നതാ നല്ലത്. ഈ കല്യാണ ആലോചന നടന്നപ്പോ തന്നെ ഹരിത ഓക്കെ പറഞ്ഞതാ. അവൾക്ക് ഏട്ടന് ജീവനാ. ഒരാൾക്ക് മാത്രം ജീവനുണ്ടായ പോരല്ലോ, മറ്റേ ആൾക്കും അങ്ങനെ തോന്നല് വേണ്ടേ? ഏതായാലും പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്റെ കല്യാണത്തിനൊപ്പം അവരുടെയും കല്യാണം നടത്തുന്ന നല്ലത്. കാർത്തിയും പ്രേമേട്ട സംസാരിച്ച പോലൊക്കെ സംസാരിച്ചിരുന്നു. ഈ വിവാഹത്തിന് ദീപ ഒരു തടസ്സമാവില്ല, ആ ഉറപ്പ് എനിക്കുണ്ട്. വെറുതെ പ്രേമൻ പറയുന്ന കേട്ടിട്ട് അമ്മ ഇവളും കൂടി ദയവേദനെ വിഷമിപ്പിക്കരുത്. ഏട്ടന ഹരിത ഇഷ്ടമാണല്ലോ, പിന്നെ അവളെ കല്യാണം കഴിക്കാൻ എന്താ ഇത്ര പ്രയാസം? അതിന്റെ കാരണമൊക്കെ ഞാൻ മുന്നേ പറഞ്ഞതാ. കാർത്തി എനിക്ക് ഇഷ്ടമല്ല, എന്നിട്ടും അവരെ തന്നെ കെട്ടത്തുള്ളൂന്ന് നീ വാശി പിടിച്ചു. ഇനി അവൻ നിന്റെ കഴുത്തി താലി കെട്ടുമ്പോ അതേ മണ്ഡപത്തിൽ വെച്ച് ഹരിതയുടെ കഴുത്തി താലി കെട്ടാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കിയേ പറ്റൂ. കല്യാണക്കുറി അടുപ്പിക്കുമ്പോ ഇവരുടെ മാത്രമല്ല, അതിനൊപ്പം തന്നെ നിങ്ങളുടെയും കല്യാണക്കുറി അടുപ്പിക്കാൻ പോവാ. ഹരിതയോട് ചോദിച്ചിട്ട് അതൊക്കെ ചെയ്യുന്നതായിരിക്കും അമ്മേ നല്ലത്. ഇത്തരം കാര്യങ്ങളിൽ പെൺവീട്ടുകാരുടെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല. അവൾക്ക് കിട്ടുന്ന ലോട്ടറിയായി ഈ കല്യാണം. അവിടെ അവര് നമ്മൾ പറയുന്നത് കേൾക്കണം. അത് കേൾക്കാൻ മനസ്സില്ലെങ്കിൽ ഇനിയുണ്ട് ഒരു മാസം. 10ാം ഉദയത്തിന് ഞാൻ നിന്റെ കല്യാണം നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് പകരം വേറൊരു പെണ്ണിനെ ഞാൻ കണ്ടെത്തിക്കോളാം. അതെ, ഹരിതയ്ക്ക് നമ്മൾ പറയുന്ന സമയത്ത് കല്യാണം നടത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അമ്മ പറഞ്ഞ പോലെ മറ്റൊരു പെൺകുട്ടിയെ നമുക്ക് കണ്ടെത്താം. ബന്ധം പിരിയണമെന്നവര് നിർബന്ധം പിടിച്ച ഞാൻ എന്ത് ചെയ്യും? അതിന് ലാലേട്ടൻ ഒരു പരിഹാരം പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്റെ കഴുത്തി കിടക്കുന്ന താലി വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം. എന്നിട്ട് ലാലേട്ടൻ വേറെ താലി കെട്ടിയാ പോരെ? ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താ മതി. എന്നെ കൊണ്ട് തൽക്കാലം അതിനൊന്നും പറ്റില്ല. നീയും ലാലേട്ടനും ഇപ്പൊ ഒരു നാടകം കളിക്കുന്നില്ലേ? ജീവിതം വഴിമുട്ടിയാ അതൊക്കെ വേണ്ടി വരും. ലാലേട്ടൻ നിനക്ക് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങേര് നിന്നോട് എന്തെങ്കിലും പറഞ്ഞാ അത് അക്ഷരം പ്രതി അനുസരിക്കണം. ലാലേട്ടന്റെ അമ്മ ഇങ്ങോട്ട് കടന്നു വന്നിട്ട് നിന്നോട് മോശമായിട്ട് സംസാരിച്ചാ നീ ശക്തമായിട്ട് പ്രതികരിക്കണം. അടിക്കാൻ കൈ പൊക്കിയാ ആ കൈക്ക് കടന്നു പിടിക്കണം. തിരിച്ചടിക്കണമെങ്കിൽ അടിക്കുകയും ചെയ്യണം. നീ എന്തൊക്കെയായി പറയുന്നേ? ലാലേട്ടന്റെ അമ്മയെ ഞാൻ അടിക്കാനോ? അവരൊരു അമ്മയല്ല, ക്രിമിനലാ, ജയിൽ പുള്ളിയാ. എന്തൊക്കെ പറഞ്ഞാലും അമ്മ അമ്മ അല്ലാതാവോ? ആയിക്കൊണ്ടിരിക്ക. ഈ പോക്ക് പോവുകയാണെങ്കിൽ മോൻ അമ്മയെ തള്ളി പറയും. ലാലേട്ടൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടി, ഏത് മക്കളാ ഇങ്ങനൊരു അമ്മയെ സഹിക്കുന്നത്? ലാലേട്ടന്റെ ചേട്ടൻ അവരോട് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ അവരെ സ്നേഹിച്ചോണ്ടിരുന്നാലേ അങ്ങേർക്കൊരു കുടുംബം കാണില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാ ഭാര്യയുടെ കൂടെ നിൽക്കുന്നതും. ഏതായാലും ഏപ്രിൽ വരെ സമയമുണ്ടല്ലോ. ആ, ഏപ്രിൽ എന്ന് പറഞ്ഞാ ഉടനെ ഇങ്ങ് എത്തും.
മേടമാസത്തിൽ ഒരു കാരണവശാലും ലാലേട്ടന്റെ കല്യാണം നടത്താൻ അവര് നിർബന്ധിക്കരുത്. ഇവിടെ അവർക്ക് ഉപദേശം കൊടുക്കുന്നത് എന്റെ അച്ഛനും കാർത്തിയുവാ. ഉള്ള കാര്യം പറയാലോ, നിന്റെ അച്ഛനെയും ലാലേട്ടന്റെ അമ്മയും കൊല്ലണം. എങ്കിലേ നിങ്ങൾക്കൊക്കെ ജീവിക്കാൻ പറ്റൂ. സ്വന്തം അച്ഛനാണെങ്കിലും നിന്റെ അച്ഛൻ മരിച്ചാ നീ കരയേണ്ട കാര്യമൊന്നും ഇല്ല ദീപേ. അങ്ങേര് അത്രയ്ക്ക് ദുഷ്ടനാ. നിന്റെ അമ്മയോട് അങ്ങേര് ചെയ്തതൊക്കെ നിനക്കറിയാലോ. കൂടുതൽ കളിച്ചാ ആ കേസ് ഞാനങ്ങ് കുത്തിപ്പൊക്കും. അയാളെ കോടതിയിലും കേറ്റും. എന്റെ മുന്നിലിപ്പോ നീ നിന്റെ അമ്മയും നിന്റെ അനിയത്തിയും ഒക്കെ ഉള്ളൂ. പിന്നെ ലാലേട്ടനും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതൊക്കെ അവരെല്ലാം എന്നെ കൊണ്ട് ചെയ്യിക്കാതിരുന്നാ കൊള്ളാം. എന്താടാ ഒന്നും മിണ്ടാത്തെ? കഴിഞ്ഞു. ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ? എല്ലാരും ഉണ്ടായിരുന്നു. എല്ലാവരും എന്ന് പറഞ്ഞാ നിന്റെ അമ്മയും പെങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അവരെ വിളിച്ചായിരുന്നു, പക്ഷെ വന്നില്ല. ആ, വിളിക്കാൻ ചെന്നപ്പോ നിന്റെ കരണത്ത് അടി കിട്ടിയില്ലായിരുന്നോ? നിന്റെ അമ്മ നിന്നെ അടിച്ചില്ലായിരുന്നോ? ഞങ്ങള് പോട്ടെ. എന്താടി പോവാൻ ഇത്ര ധൃതി? കഷ്ടപ്പെട്ട് പഠിപ്പിച്ച അമ്മയെ കൂട്ടാതെ അവൻ ഭൂലോക പാഴായ അച്ഛനെയും പണക്കാരനായ അമ്മായിയച്ഛനെയും കൊണ്ട് നാടം ഉറപ്പിച്ചു. ഇനി ആ സ്ഥാപനം ക്ലച്ച് പിടിക്കൂടാ. ഞങ്ങൾ ഒരു വഴക്കിനും പോവാതെ ഞങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക. ഇനി ഞാൻ എന്റെ അമ്മയും പെങ്ങളെയും ശല്യം ചെയ്യാൻ പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരാ ഇങ്ങോട്ടൊന്ന് ശല്യം ചെയ്യുന്നേ. നിന്റെ അമ്മ നിന്നെ എടുത്തിട്ട് വന്നില്ലല്ലോ, നീയല്ലേ വന്നത്. അത് വരുവാടാ. കാരണം നിന്റെ പെങ്ങന്മാരാ സാക്ഷികള്. നിന്റെ അമ്മ വളർത്തിയതിലും നിന്നെ പഠിപ്പിച്ചതിലും. എല്ലാ മക്കളെയും അച്ഛനമ്മമാര് വളർത്താറില്ലേ, പഠിപ്പിക്കാറില്ലേ? നീ മിണ്ടരുത്. നിന്നോട് ഞാനെന്തെങ്കിലും ചോദിച്ചായിരുന്നു? സാധാരണ അച്ഛനമ്മമാര് മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞിട്ടാ അച്ഛനമ്മമാര് ബാധ്യതയാണെന്ന് നിന്നെ പോലെയുള്ള നന്ദി കെട്ടവന്മാർക്ക് തോന്നുന്നത്. എന്നാൽ അവര് പോലും നിന്റെ ഈ പ്രായത്തിൽ അമ്മമാരെ പാടെ തള്ളിക്കളഞ്ഞിട്ട് പോകത്തില്ലടാ. പ്രത്യേകിച്ച് നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരമ്മയെ. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കഥയില്ലാന്നറിയാം, എങ്കിലും ആ അമ്മയുണ്ടല്ലോടാ, ഒരിക്കലും നിന്റെ ആ സ്ഥാപനം ഒളിഞ്ഞു പോണോന്നൊന്നും പ്രാർത്ഥിക്കില്ല. ഒരമ്മയ്ക്കും അതിന് കഴിയില്ലടാ. പക്ഷെ നീ ആ സ്ഥാപനത്തിലോട്ട് വലതുകാലം ചവിട്ടി കയറിയപ്പോഴെങ്കിലും ആ അമ്മയൊന്ന് ഓർക്കണമായിരുന്നു. ചുരുങ്ങിയ കാലത്തെ പരിചയമുള്ളൂ എനിക്ക് നിന്റെ അമ്മയുമായിട്ട്. അത്രയും നാള് മതിയടാ അവരാരാണെന്ന് അളക്കാൻ. ഇവൾക്ക് വേണ്ടി ദേ ആ അമ്മയെ കണ്ടില്ലാന്ന് നടിച്ച് നീ നടന്നാല് എന്നെങ്കിലും ഇവള് കാരണം നീ കരയേണ്ടി വരുവടാ. എനിക്ക് അമ്മയോട് വെറുപ്പൊന്നുമില്ല. എന്നെയാ എന്റെ അമ്മയും പെങ്ങന്മാരും ശത്രുവിനെ പോലെ കാണുന്നത്. ആ, അമ്മ ജയിലിലേക്ക് പോകാൻ പോയപ്പോ ഭാര്യയെ തിരുത്താതെ കൂടെ നിന്ന മോനല്ലേ നീ? പിന്നെ ആർക്കാ ശത്രു എന്നൊക്കെ നീ കൂടുതൽ പറഞ്ഞൊന്നും മനസ്സിലാക്കണ്ട. എവളെ വിളിച്ചോണ്ട് പോടാ. ഇനി കൂടുതൽ സംസാരിച്ചോണ്ടല്ലോ ഇടിച്ചു നിന്റെ നെഞ്ചു കലക്കും ഞാൻ. വാതിലി വിട്ടു പോടാ. അതെ, എന്താ വക്കീൽ സാറേ, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. എന്റെ ഭാര്യയുടെ ഓരോ പരാജയങ്ങളും എന്റെ സന്തോഷമാണ് കാർത്തി. അല്ല, ഇപ്പൊ സന്തോഷിക്കാൻ എന്താ ഉണ്ടായത്? എന്റെ മോനൊരു ക്ലിനിക്ക് തുടങ്ങിയില്ലേ? ആ, ഞാനവിടെ പോയിരുന്നു അമ്മയും കൂട്ടി. പക്ഷേ കാശൊക്കെ അർത്ഥ വാങ്ങുന്ന കേട്ടോ. എടാ, എല്ലാം എന്റെ മരുമോളാ നോക്കുന്നത്. അവളൊരു സാധുവാ. ആ കൊച്ചു കൊള്ളാം. ബിസിനസ് അതില് സ്വന്തവും ബന്ധമൊന്നും നോക്കാൻ പാടില്ല. അതൊക്കെ മനസ്സിലാക്കി തന്നെയാ അവള് മുന്നോട്ട് പോകുന്നത്. അല്ല, ഈ വില്ലേജ് ഓഫീസറുടെ പരാജയത്തെ പറ്റി പറഞ്ഞില്ലല്ലോ. അതല്ലടാ രസം. അവളിപ്പോ അവിടെ ക്യൂ നിൽക്കുക എന്റെ മോന്റെ ക്ലിനിക്കില്. ഓ, അതൊന്ന് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. പണ്ടേ അവൾക്ക് ലോ പ്രഷറാ.
ഇന്നിപ്പോ അത് ഒരുപാട് താന്നു കാണും. മരുമോള് മറ്റ് പേഷ്യൻസിനെ മറികടന്ന് ഇവളെ അകത്തോട്ട് പോവാൻ അനുവദിച്ചില്ല. അതേ മരുമോളിപ്പോ എനിക്ക് മെസ്സേജ് അയച്ചതേ ഉള്ളൂ. അതായത് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച അമ്മ മോനെ കാത്തു നിൽക്കുക അല്ലേ? എടാ ഇതെല്ലാം അവളുടെ പ്രവൃത്തിയുടെ ഫലം. എല്ലായിടത്തും എന്നെ ജയിക്കാൻ നോക്കി. പക്ഷെ അന്ന് തൊട്ട് എന്നെ അറിയാവുന്ന ഒരാൾ ആ വീട്ടിലുണ്ടായിരുന്നു, എന്റെ മൂത്ത മോൻ. മറ്റത് രണ്ടും വെമ്പിള്ളേരായി പോയി. അവര് പിന്നെ അമ്മയുടെ ചിറകിന്റെ അടിയിൽ ഒതുങ്ങിക്കൂടാനല്ല ആഗ്രഹിക്കുന്നത്. ദിലീപ് പുറത്തുപോയി പഠിച്ചോണ്ടേ അവന് ജീവിതം അറിയാം. എടാ അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് ഏത് മക്കളാണ് അച്ഛനെ അമ്മയും മുത്തച്ഛനെ മുത്തശ്ശിയൊക്കെ നോക്കി വീട്ടിലിരിക്കുവോ? എല്ലാവരും അവരവരുടെ കാര്യം നോക്കി പോവും. അത് തന്നെ എന്റെ മോനും ചെയ്തത്. എന്തായാലും അവൻ ഫോറിൻ കൺട്രീസിലൊന്നും പോയില്ലല്ലോ, ഇവിടെ തന്നെയല്ലേ ക്ലിനിക്ക് ഇട്ടത്. അപ്പൊ ഇപ്പൊ പോയാ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അമ്മയെ കാണാല്ലേ? ചെല്ലടാ, നീ ചെന്ന് കാണ് നയന മനോഹരമായ കാഴ്ച നയന ക്ലിനിക്കിൽ. ചെല്ല്. അമ്മായി അമ്മയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയ മരുമോള് സാറിന്റെ മരുമോള്. അന്ന് തൊട്ട് എനിക്ക് ആ കൊച്ചിനെ ഇഷ്ടമാണ്. അതുകൊണ്ടാ ഞങ്ങൾ ചെന്നപ്പോ കുറച്ച് തന്റെ ഇടം കാണിച്ചെങ്കിലും ഞങ്ങളത് കാര്യമാക്കാത്തത്. ഏയ്, അവളൊരു കുഴപ്പക്കാരിയല്ലടാ, പാവ. 2 കോടിയാ ആ കെട്ടിടവും സാമഗ്രികളെല്ലാം കൂടി. ഒരു മടിയും കൂടാതെ നയനയുടെ അച്ഛനത് വാങ്ങിക്കൊടുത്തത്. എടാ പിന്നെ അവൾ അഹങ്കാരം കാണിക്കുന്നില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ട്? ഒരു തെറ്റുമില്ല. കാത്തിരിക്കട്ടെ അമ്മ മകനെ. വക്കീൽ സാർ പറയുന്നത് പോലെ അത്രയ്ക്ക് അഹങ്കാരം പിടിച്ച് നടക്കായിരുന്നു അവര്. ടൗണിലെ പുറമ്പോക്ക് ഭൂമിയിലെ 4-5 കെട്ടിടം പൊളിച്ചതിന്റെ പേരില് അവർക്കെതിരെ ഇപ്പോഴും കേസുണ്ട്. എന്ന് വെച്ചാ ഇനി അവര് തിരിച്ച് ജോലി കയറാൻ പോകുന്നില്ല. പ്രഷർ ഒരുപാട് താഴെ പോന്നല്ലോ അമ്മേ. തലചുറ്റി വീഴാതിരുന്നത് ഭാഗ്യം. 1-2 തവണ തല ചുറ്റിയതാ. അപ്പൊ തന്നെ ഉപ്പിട്ട നാരങ്ങവെള്ളം കൊടുത്തുവിടായിരുന്നോടി. അമ്മേ മറ്റു കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ടെസ്റ്റിനൊന്നും എഴുതുന്നില്ല. ദേ ഞാൻ എഴുതുന്ന ഈ മെഡിസിൻ എത്രയും പെട്ടെന്ന് വാങ്ങിക്കൊടുക്കണം. അതുപോലെ ദേ ഇവിടെ ഇറങ്ങുമ്പോ ഒരു കട കാണാം, അവിടുന്ന് ഉപ്പിട്ട നാരങ്ങവെള്ളം വാങ്ങിക്കൊടുക്കണം. മോനിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോ തന്നെ പകുതി അസുഖം മാറി. അമ്മ എത്ര ആഗ്രഹിച്ചതാ മോനെ ഈ നിലയിൽ കാണാൻ. അതെ, കുടുംബവിശേഷങ്ങൾ പറഞ്ഞോണ്ടിരിക്കരുത്. ഇവരെ നോക്കിക്കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു വിടണം. പുറത്ത് മറ്റുള്ളവർ വെയിറ്റ് ചെയ്യാ. ഇവിടെ അമ്മയും മോനും ഒന്നും ഇല്ല, ഡോക്ടറും പേഷ്യന്റും മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കറിയാലോ അവളുടെ അച്ഛനാ എനിക്ക് ഈ ക്ലിനിക്ക് ഇട്ട് തന്നത്. കോടികൾ ചെലവായി. പിന്നെ ഒരു സ്ഥാപനമാവുമ്പോ അവിടെ ബന്ധങ്ങൾ പാടില്ലല്ലോ അമ്മേ. അത് ശരിയാ. അമ്മയുടെ മോൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകേണ്ടത്. മോനെ കാണാൻ രോഗികൾ വരുമ്പോ അവിടെ വലിപ്പ ചെറുപ്പൊന്നും പാടില്ലടാ. അത് അമ്മയുടെ കാര്യത്തിൽ മാത്രം ആവരുത്, എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണം. മൈഫിന്റെ ബന്ധുക്കളെ വരുമ്പോഴും അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കാൻ പാടില്ല. നീ അല്ലെങ്കിലും വഴക്കുണ്ടാക്കാനല്ലേ വരൂ. ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് അമ്മയെടുത്ത് പറഞ്ഞതല്ല, ഞാൻ അമ്മയും കൊണ്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോയതാ. അതിനിടയ്ക്കാ നയന ക്ലിനിക് എന്ന ബോർഡ് കണ്ടത്. ഇങ്ങോട്ട് വരണമെന്ന് അമ്മ നിർബന്ധം പിടിച്ചു. അല്ലെങ്കിലേ ഇയാളെ ബുദ്ധിമുട്ടിക്കാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു. മറ്റു ഡോക്ടർമാരെ കാണാൻ പോകുന്നതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? പോട്ടെ മോളെ, ഇനിയിപ്പോ ഇവിടെ വന്ന് മോനോട് വഴക്കിട്ട് തിരിച്ചു പോകണ്ട. നന്നായി പ്രാർത്ഥിച്ചു കേട്ടോ മോനെ ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ദിവസം. അതുപോലെ തന്നെ ഇപ്പോ അമ്പലത്തിലൊന്നും പോവാൻ വയ്യാത്തോണ്ടാ ഒരുപാട് വഴിപാടുകളുണ്ട് മോന് വേണ്ടി നേർന്നത്. ഒരു നല്ല ഡോക്ടർ എന്ന പേരെടുക്കണം. ഇവിടെ വരുന്ന രോഗികൾക്ക് നല്ല ആശ്വാസം കിട്ടണം.
ദിയ വന്നിട്ട് പോവാമ്മ. അല്ലെങ്കിൽ തന്നെ എനിക്ക് അവിടെ ചെന്നിട്ട് അത്ര വലിയ അത്യാവശ്യമൊന്നുമില്ല. രജനിയോടൊന്നും പറയണ്ട. പറഞ്ഞ ദിയെ പോലെ അവളും നേരെ ദിലിയുടെ ക്ലിനിക്കിലേക്ക് ചെല്ലും, വഴക്കും ഉണ്ടാക്കും. അവിടെ സംഭവിച്ചത് ഓർക്കുമ്പോ ദിയെ പോലെ എനിക്ക് നല്ല വിഷമം ദേഷ്യമൊക്കെ ഉണ്ടമ്മ. അമ്മയുടെ സ്ഥാനത്ത് അച്ഛനാണ് അവിടെ ചെന്നതെങ്കിലോ കാലാണ് വാങ്ങിക്കാതെ അവിടെ കിടത്തി ചികിത്സിച്ചെന്നെ. ആയിക്കോട്ടെ, എന്തൊക്കെ പറഞ്ഞാലും അവൻ എല്ലാ അർത്ഥത്തിലും ഒരു ഡോക്ടറായിട്ട് ഗമയോടെ ആ കസേരയിൽ ഇരിക്കുന്ന കണ്ടപ്പോ അമ്മയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഞാൻ ആഗ്രഹിച്ച നടന്നല്ലോ. എല്ലാ മാതാപിതാക്കൾ അധ്വാനിക്കുന്നത് മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാ. പിന്നെ അവര് തിരിഞ്ഞു നോക്കുന്നതും നോക്കാത്തതൊക്കെ അവരുടെ കാര്യ. ഈ നന്ദിയും സ്നേഹവും കടമയും ഒക്കെ പണ്ട് കാലത്തായിരുന്നു മോളെ. ഇപ്പൊ ഏതാണ്ടൊക്കെ മൃഗങ്ങളെ പോലെയാ മനുഷ്യരും ജീവിക്കുന്നത്. നേരിയ വ്യത്യാസേ ഉള്ളൂ. പല്ലും നഖമൊക്കെ കൊഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും അനാഥാലയത്തിൽ കിടന്ന് മരിക്കണം. അങ്ങനെയൊക്കെ തന്നെയാ ഈ കാലത്തിന്റെ പോക്ക്. അങ്ങനെ അല്ലാത്തവരും നമ്മുടെ സമൂഹത്തിലുണ്ടമ്മേ. അമ്മ കണ്ടില്ലേ ലാലേട്ടനെ? ഏതെങ്കിലും മക്കള് ലാലേട്ടന്റെ അമ്മയുടെ സ്വഭാവത്തിന് കൂടെ നിൽക്കോ? ഇവിടെ സ്വന്തം ജീവിതം പോലും കളഞ്ഞിട്ടാ അമ്മ മരിക്കാതിരിക്കാൻ വേണ്ടി ലാലേട്ടൻ ഓരോന്ന് ചെയ്യുന്നേ. അങ്ങനെയുള്ള മക്കള് കുറവാ മോളെ. വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ. പിന്നെ ആൺകുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം കഴിഞ്ഞാല് പിന്നെ അമ്മയ്ക്കും അച്ഛനും ഒപ്പമല്ല, ഭാര്യയ്ക്കൊപ്പം അവര് നിൽക്കേണ്ടത്. കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു കഴിഞ്ഞാല് അവരൊരു കുടുംബമായിട്ട് സന്തോഷത്തോടെ കഴിയണം. ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാര് വാർദ്ധക്യത്തിൽ ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ നേരത്തെ കണ്ടെത്തുന്നതാ നല്ലത്. ആർക്കും ആശ്രയമായിട്ടുണ്ടാവില്ല. അത് ഇന്നത്തെ കാലത്ത് എല്ലാവരും മനസ്സിലാക്കണം മോളെ. ഈ പറയുന്ന അമ്മയുടെ മോനും മരുമോളും ഒക്കെ നാളെ ഒരച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ആവുമല്ലോ. ആ സമയത്ത് ചെയ്തതിനെ പറ്റിയൊക്കെ ഓർത്തവര് കരഞ്ഞോളും. ഓരോ പ്രായത്തിനനുസരിച്ച് മനുഷ്യന്റെ ചിന്താഗതികൾക്കും വ്യത്യാസം വരും. നയനെ കല്യാണം കഴിച്ചതിന് ശേഷമുള്ള മാറ്റമൊന്നും അല്ല ദിലിയേട്ടനുള്ളത്. അത് ഞാനും ദിയയൊക്കെ പറയുന്നത് അമ്മ മനസ്സിലാക്കണം. ദിലിയേട്ടൻ MBBS അഡ്മിഷൻ കിട്ടി പോയ ശേഷം ആദ്യത്തെ 2-3 മാസം അമ്മയുടെ മോൻ തന്നെയായിരുന്നു. അത് കഴിഞ്ഞപ്പോ ആളാകെ മാറി. പിന്നെ പണത്തോടായി അങ്ങേർക്ക് താല്പര്യം മൊത്തം. സത്യം പറഞ്ഞ ഇനി ഏട്ടനാണെങ്കിലും അയാളെ കാണാൻ പോലും എനിക്ക് തോന്നുന്നില്ലമ്മേ. എന്നിട്ടിപ്പോ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ലോ പ്രഷർ നേരത്തെ ഉള്ളതാ. ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കാറുണ്ട് ഇടയ്ക്ക്. പക്ഷേ ഈ ടെൻഷനൊക്കെ വരുമ്പോ ഭക്ഷണത്തിന്റെ ക്രമം തന്നെ തെറ്റിപ്പോവും. അതുപോലെ തന്നെ മരുന്നും കഴിക്കില്ല. അതാ പ്രശ്നമായ. ക്ലിനിക്കിലെത്തിയപ്പോ പ്രഷർ വളരെ ലോ ആയിരുന്നു. പിന്നെ നാരങ്ങ വെള്ളം വാങ്ങിക്കൊടുത്തതിന് ശേഷമാ ആളൊന്ന് നിവർന്നു നിന്നത്. എന്നാൽ അതുപോലും അവിടുന്ന് കൊടുത്തില്ല. അയാൾക്ക് തിരക്കല്ലേ. ചേച്ചി എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. അമ്മയ്ക്ക് വേണ്ടതൊക്കെ ഒരുക്കി വെച്ചിട്ട് ചേച്ചി ഇപ്പൊ പുറത്തേക്ക് പോയിരിക്കുക. അതുകൊണ്ട് എനിക്ക് ഉടനെ അവിടെ എത്തണം. എന്നാ പിന്നെ ഞാനിവിടെ വരാം. എനിക്കിവിടെ അവിടെ വന്ന് അമ്മയൊന്ന് കാണണം. എന്നാ പിന്നെ വിട്ടോ, ഞാൻ പിന്നിൽ കയറിക്കോളാം. കേറുവോ? അത് കൊള്ളാം. എന്താ കയറിയാല്? അല്ല, പരിസരവാസികളൊക്കെ കാണില്ലേ? കാണട്ടെ. ബുള്ളറ്റ് ജഗനെ എല്ലാവർക്കും പേടിയാ. അപ്പൊ ഈ ബുള്ളറ്റിന്റെ പുറകെ വരുന്ന എന്നോടും അതിന്റെ ഒരു പേടിയും ബഹുമാനവും ഒക്കെ എല്ലാവർക്കും കാണും. അതെപ്പോഴും ഗുണം ചെയ്യില്ല. എനിക്ക് ബന്ധുക്കളെക്കാളും ശത്രുക്കളാ കൂടുതല്. കൊറേ നാളായിട്ട് നമ്മൾ ഇതുപോലെ കാണുകയും ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെന്താ കുഴപ്പം? ബുള്ളറ്റ് വണ്ടി വിട്. ശരി. പക്ഷെ ഇവിടെ അച്ഛന് പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. ജയേട്ടനും ഹരിയേട്ടനും മാത്രമല്ല, ദീപേച്ചിക്കും ദീപേച്ചിയുടെ വീട്ടുകാർക്കും ഒക്കെ അച്ഛനെ അറിയാം. പിന്നെ കാർത്തിക്കും സദാനന്ദനും ഒക്കെ അച്ഛനെ അറിയാലോ. അന്ന് ദീപേച്ചിയുടെയും ജയേട്ടന്റെ കല്യാണത്തിന് വന്നവർക്കൊക്കെ മുഖപരിചയം കാണുമല്ലോ. ഓ, അങ്ങനൊക്കെ ഓർത്താ ഇപ്പൊ ജീവിക്കാൻ നോക്കുവോ? എടി, എത്ര ദിവസം എന്ന് വെച്ചാ നിന്റെ അമ്മേനെ തടച്ചിരിക്കുന്നത്? എന്റെ കാര്യവും അങ്ങനെ തന്നെ. ഇതിനെ തിരികെയല്ലേ മോളെ? ഭാര്യയുടെയും മോളുടെയും കൂടെ ഇരിക്കാൻ ഇഷ്ടമെന്നല്ലേ അച്ഛൻ പറഞ്ഞേ? അല്ല, എനിക്ക് ഇഷ്ടം തന്നെ.
എടി എന്ന് വെച്ച് പുറത്തിറങ്ങാതിരിക്കുന്ന മോളുടെ അമ്മയെ ഇടയ്ക്കിടയ്ക്ക് പുറത്തിറക്കണ്ടായോ? അങ്ങ് കോട്ടയത്തായിരുന്നപ്പോഴും വീട്ടിനകത്ത് തന്നെ കഥകടച്ചിരിപ്പായിരുന്നു. പിന്നെ ആകെ പോകുന്നത് അമ്പലത്തിലേക്കാ. എന്ന് വെച്ച് എനിക്ക് പുറത്തു പോകണമെന്ന് ഒരു നിർബന്ധമില്ല മോളെ. ഗംഗേട്ടനാ നിർബന്ധിച്ചു പറഞ്ഞത് പുറത്തു പോകാന്ന്. മാർക്കറ്റിൽ പോയി നല്ല മീനൊക്കെ മേടിക്കണം. ഇവിടെ വീടിന്റെ നടയിൽ കൊണ്ടുവരുന്നതൊക്കെ 4-5 ദിവസം ഐസ് കിടന്ന ഐറ്റങ്ങളാ. കുറച്ചു ദിവസം മീനില്ലാതെ അങ്ങ് മുന്നോട്ട് പോയാ പോരെ? എടി മോക്ക് മീൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് മോക്ക് ഇഷ്ടപ്പെട്ട മീനൊക്കെ വാങ്ങിച്ച് നന്നായിട്ട് പാകപ്പെടുത്തി കൊടുക്കണം. അതല്ലേ ഒരു സന്തോഷം. ഇവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ ആരും കാണണ്ട. അച്ഛൻ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിക്കാം. അമ്മയുമായിട്ട് പോകുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത്. ഓ, റിഗൊക്കെ വെച്ചേക്കുന്നോണ്ട് എന്നെ അത്ര പെട്ടെന്ന് ആരും തിരിച്ചറിയത്തില്ല. പിന്നെ ജയനും ഹരിയും ഒക്കെ കണ്ടാല് ചിലപ്പോ എന്നെ തിരിച്ചറിയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സുകന്യയും അവരാരും അറിയത്തില്ല. ഏതാണ് ആ സ്ത്രീ എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. നീ എന്താണ് ചിന്തിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അച്ഛൻ ഗുരുവായൂരാണെന്നാ പറഞ്ഞത്. ഇനിയിപ്പോ ഇവിടെ എത്തിക്കാണോ? ഞാനൊന്ന് വിളിക്കാം. ആരെ വിളിക്കുന്നേ? അയ്യോ, ജയന. മോനെ, അച്ഛൻ എവിടെയാ? ഞാൻ ഗുരുവായൂരാ. രാവിലെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് പാൽപ്പായസമൊക്കെ വാങ്ങി അത് കുടിച്ചോണ്ടിരിക്കുക. അല്ല, നല്ല ദർശനമൊക്കെ കിട്ടിയോ? പിന്നെ 2-3 തവണ കയറി തൊഴുതു. ഇന്ന് പറയത്തക്ക തിരക്കൊന്നുമില്ല. നീ എന്താ വിളിച്ചേ? അച്ഛൻ എവിടെ ഉണ്ടെന്ന് അറിയാനായിട്ട് വിളിച്ചതാ. ഇവിടെ എനിക്ക് നല്ല ടെൻഷനാ. പിന്നെ ഞാൻ വിളിച്ചോളാം അച്ഛാ. ശരി. എന്തൊക്കെ കള്ളങ്ങളീ പറയുന്നേ? പിന്നെ നിനക്കൊപ്പം ഇവിടെ ഉണ്ടെന്ന് പറയണോ? അത് കൊള്ളാം. നീ കേറ്, വേഗം കേറ്. അച്ഛനപ്പോ കള്ളം പറയാറുണ്ടല്ലേ? നല്ല രീതിയിൽ. ഈ പറയുന്ന സ്ത്രീയെ നിനക്ക് പരിചയമുണ്ടോ? അതൊക്കെ ഞാൻ പിന്നീട് പറയാട്ടോ. ദീപയുടെ എന്റെയും കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നടക്കുമ്പോഴാ അച്ഛനിപ്പോ ഇങ്ങനെ ടെൻഷൻ കൊണ്ടിട്ടത്. ഇനിയിപ്പോ സത്യം എന്താണെന്ന് കണ്ടുപിടിച്ചല്ലേ പറ്റൂ. ഇതിനു മുമ്പ് ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ ബന്ധത്തിലോ പരിചയത്തിലോ ഉള്ളൊരു സ്ത്രീ അല്ല അത്. നമ്മുടെ പ്രായത്തിലുള്ള മക്കൾക്ക് ചിലപ്പോ ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷേ ഇവിടെ അച്ഛനാണ് ചുറ്റിക്കളി. എടാ, നാണക്കേട് ഉണ്ടാക്കൂടാ. അച്ഛനങ്ങനെ കള്ളം പറയുന്ന കൂട്ടത്തിലൊന്നുമല്ല. പക്ഷെ ഇവിടെ കല്ല് വെച്ച നുണകളാ പറഞ്ഞിരിക്കുന്നത്. ഗുരുവായൂർ ദർശനം കഴിഞ്ഞിട്ട് പാൽപ്പായസം കുടിക്കുവാണ്. ഇവിടെ പാൽപ്പായസം അല്ല, കരിക്കും വെള്ളമാ രണ്ടാളും കുടിച്ചത്. അച്ഛൻ ഇവിടെ താമസിക്കുന്ന സമയത്ത് ആരുമായിട്ട് ഇങ്ങനെ ചുറ്റിക്കളഞ്ഞിട്ടില്ല. പക്ഷെ അച്ഛനിടയ്ക്ക് തീർത്ഥാടനത്തിനെന്നും പറഞ്ഞ് വീട് വിട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് അടുപ്പം കൂടിയതായിരിക്കൂ. അമ്പലങ്ങളിൽ തൊഴാൻ പോകുന്നതല്ലേ? അവിടെ ചെന്നപ്പോ സമാന ചിന്തയുമായിട്ട് വേദനിച്ചു കഴിയുന്ന ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് അടുപ്പത്തിലായോന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. ഏട്ടൻ ആ ദൃശ്യങ്ങൾ ഒന്നുകൂടെ കാണിച്ചേ. എടാ, ദൃശ്യങ്ങൾ മാത്രമല്ല, ആ സ്ത്രീയുടെ ഫോട്ടോയും ഞാൻ എടുത്തിട്ടുണ്ട്. എടാ, ഇവരെ നിനക്കറിയോ? അല്ല, നീ വീണ്ടും വീണ്ടും നോക്കുന്നത് കൊണ്ട് ചോദിച്ചതാ. ചെറിയ മുഖപരിചയമുണ്ട്. ഒരിക്കലേ ഞാൻ കണ്ടിട്ടുള്ളൂ. എവിടെ വെച്ച് കണ്ടത്? എവിടെ വെച്ചാണെന്നൊക്കെ ഞാൻ പറയാം. അങ്ങനെയെങ്കിൽ ഇത് ഇന്നും തന്നെ തുടങ്ങിയ ബന്ധമല്ല.
ഏട്ടൻ പറയുന്ന പോലെ പെട്ടെന്ന് അമ്പലനാളിൽ വെച്ച് അടുത്തതുമല്ല. വർഷങ്ങളായിട്ട് ഇവര് തമ്മിൽ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട. ഉടൻ തന്നെ ആളാരാന്നൊക്കെ ഏട്ടന് പിടികിട്ടിക്കോളും. ഇന്നു മുതൽ ഞാൻ അച്ഛന്റെ പിന്നാലെ തന്നെ ഉണ്ട്. അച്ഛനെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നാരങ്ങ വെള്ളം കുടിക്കും. ഞായറാഴ്ച അവധിയാണല്ലോ, അപ്പൊ ശനിയും തിങ്കളും കൂടി അവധി എടുത്താ 3 ദിവസം അടുപ്പിച്ച് കിട്ടും. നമുക്ക് ഗുരുവായൂർ വരെ പോയാലോ? എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നൽ? അല്ല, ഗുരുവായൂരപ്പന്റെ പേര് പറഞ്ഞാണല്ലോ കള്ളം പറഞ്ഞോണ്ടിരിക്കുന്നത്. അവിടെ പോയി പിന്നെ ഗുരുവായൂരപ്പന്റെ മുന്നിൽ ഏത്തോടണ്ടേ? മോളെ, ഭഗവാന് കാര്യങ്ങളൊക്കെ അറിയാം. 3 ദിവസം കിട്ടുവാണെങ്കിൽ ഗുരുവായൂർ മാത്രമല്ല മൂകാംബികയിലൊക്കെ കയറിയിട്ട് നമുക്കിങ്ങ് വരാം. അതിനോട് എനിക്ക് വലിയ താല്പര്യമാ. പക്ഷെ മോക്ക് ലീവ് കിട്ടുവോ? ഇപ്പൊ ജയനല്ലല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, ചാരുവോട് അമ്മയും കൂടെ അല്ലേ. കല്യാണം ചില ബന്ധുക്കളൊക്കെ അറിയിക്കാനുണ്ടെന്ന് പറയാം. അതാകുമ്പോ അവർ എതിർപ്പൊന്നും പറയില്ല അച്ഛാ. എന്നാ പിന്നെ മൂഡ് ഇഷ്ടം പോലെ അയക്കും. നമ്മള് 3 ആളും കൂടെ ഒന്നിച്ച് അമ്പലങ്ങളിലൊക്കെ പോകണമെന്നും ചില യാത്രകളൊക്കെ ചെയ്യണമെന്നും അച്ഛൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. അമ്പലത്തിലേക്ക് ചെല്ലുമ്പോ ഞാനും അമ്മയും നിൽക്കുന്നിടത്ത് അച്ഛൻ നിക്കില്ലല്ലോ. ആരെങ്കിലും കാണുന്നുള്ള പേടിയല്ലേ? ഇനിയിപ്പൊ എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ആ എന്താ സുകന്യെ, മോള് പറയുമായിരുന്നു 2 ദിവസം ലീവ് എടുത്തിട്ട് നിനക്ക് പോകാനുള്ള അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോകാമെന്ന്. എന്നോട് മോള് പറഞ്ഞു. കൊറേ നാളായിട്ടുള്ള ആഗ്രഹം. അടുത്ത ആഴ്ച തന്നെ പോയാലോ? അമ്മയും മോളോട് പ്ലാൻ ചെയ്തു. ഞാൻ റെഡിയാ. അച്ഛൻ ഇപ്പൊ മൊത്തത്തിൽ ഫ്രീ അല്ലയോ? ഈ ആഴ്ച ഞാൻ ഇവിടെ വന്നിട്ട് 1 മാസം തികയോ. സാലറി കിട്ടും. ആ സാലറിയിൽ ഒരംശം ഗുരുവായൂരപ്പന് സമർപ്പിക്കണമെന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാ. ഈ കാര്യം ഞാൻ മോളോട് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. ഈ ഒരു വണ്ടി വന്നു നിന്നല്ലോ. ആരാ നോക്കിയ മോളെ? ഞാനിപ്പോ ജഗനെ പറ്റി ഓർത്തതേ ഉള്ളൂ. ആ സമയത്താ വന്നത്. എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട്. ഞാൻ ആദ്യം കാണുമ്പോ അമ്മ ഇങ്ങനൊന്നും ആയിരുന്നില്ല. നല്ല പ്രസരിപ്പോടെയാ എല്ലാവരുടെ മുന്നിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ളത്. ഇപ്പോ ഞാൻ അസുഖക്കാരിയല്ലേ മോനെ? അതായിക്കോട്ടെ. പക്ഷെ ഈ വീട്ടിലേക്ക് താമസമായതിൽ പിന്നെ ആ പഴയതുപോലുള്ള തന്റെ ഇടമൊന്നും കാണുന്നില്ല. സസ്പെൻഷനായിട്ട് കുറെ നാളായി. ഇപ്പോഴും ചില ആൾക്കാരൊക്കെ അവരുടെ പുറമ്പോക്ക് ഭൂമിയുടെ കെട്ടിടങ്ങൾ പൊളിച്ചോന്നും പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുക. പൊളിച്ച കെട്ടിടങ്ങൾ നിന്നത് പുറമ്പോക്ക് ഭൂമിയിലല്ലെന്ന് അവര് പറയുന്നത്. അതിന് പിന്നിൽ സദാനന്ദനാണെന്ന് എനിക്കറിയാം. എങ്ങനെയെങ്കിലും എന്റെ ജോലി കളയണം. ഏതായാലും കുറെ നാള് വീട്ടിലിരുന്നപ്പോ മനസ്സൊന്ന് മുരടിച്ചു പോയി. പിന്നെ ദീപയുടെയും ജയലാലിന്റെ വേദന കൂടിയായിപ്പോ തളർന്നുപോയി. അത് മാത്രമല്ലമ്മേ, ദിലീപിന്റെ പ്രവൃത്തികളും അമ്മയെ തളർത്തിയിട്ടുണ്ട്. അതൊരു കാരണമാണ്. മക്കളുടെ ആയാലും ഭർത്താവിന്റെ ആയാലും ശത്രുക്കളുടെ ആയാലും അവരുടെ ഒന്നും മുന്നിൽ പതറാതെ തലയുയർത്തി പിടിച്ച് നടക്കുന്ന അമ്മയെ കാണാൻ എനിക്കിഷ്ടം. എന്തിനാ അവരുടെയൊക്കെ മുന്നിൽ തല താഴ്ത്തി നിൽക്കുന്നത്? ഞാനങ്ങനെ തല താഴ്ത്താറൊന്നുമില്ല. പോലീസ് ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും തല ഉയർത്തിപ്പിടിച്ച് തന്നെയാ അവർക്കൊപ്പം പോയത്. അതുപോലെ ലോക്കപ്പിൽ എന്നെ കാണാൻ എന്റെ ഭർത്താവും മരുമോളും വന്നപ്പോഴും ഞാൻ കൂസലില്ലാതെ അവരോട് സംസാരിച്ചത്. അങ്ങനെ തന്നെ വേണം. ഒരിടത്തും അമ്മ തോക്കാൻ പാടില്ല. അമ്മയ്ക്ക് കൂട്ടിന് അമ്മയെ പോലെ തന്റെ ഉള്ളൊരു മകളുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സദാനന്ദനല്ല ആരെയും ഇനി അമ്മ വകവച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇത് പറയാനാണോ വന്നത്? അല്ല, മൂത്ത മോൻ അവഗണിച്ചതുകൊണ്ട് അമ്മയ്ക്ക് അതിന്റെ വേദന ഉണ്ടെന്നറിയാം. പിന്നെ എന്നോട് അമ്മയെന്നൊക്കെ വിളിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് പിന്നെയും കാണണം തോന്നി. അതുകൊണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരും. ഉറപ്പായിട്ട് വരണം. ഞാൻ പറഞ്ഞല്ലോ, ജഗനി വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇനിയിപ്പോ ഏട്ടനോടൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ആ സ്ത്രീയെ എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞത് വെറുതെ അല്ല. അവരാരാന്നറിയോ? ഹരിതയുടെ അമ്മയാ.
ഏത് ഹരിതയുടെ? എനിക്ക് വേണ്ടി ഒരു പെൺകുട്ടിയെ നമ്മുടെ അമ്മ ഇപ്പൊ ആലോചിക്കുന്നില്ലേ? അവളുടെ അമ്മയാ. ഓ അത് ശരി. അവരുടെ കുടുംബ സുഹൃത്തല്ലേ നമ്മുടെ അച്ഛൻ? ശരിയാണ് ഏട്ടാ, കുടുംബ സുഹൃത്താണ്. എന്ന് വെച്ച് ഹരിതയുടെ അമ്മയ്ക്കൊപ്പം അച്ഛൻ സ്കൂട്ടറിൽ ചുറ്റിക്കറങ്ങേണ്ട കാര്യമുണ്ടോ? ഇനിയിപ്പോ അങ്ങനെ ചുറ്റിക്കറങ്ങിയെന്ന് തന്നെ ഇരിക്കട്ടെ, ഇവിടെയുള്ള ആള് എന്തിനാ ഗുരുവായൂരാണെന്ന് പറഞ്ഞത്? അത് ശരിയാ. അച്ഛന്റെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ അച്ഛനെ അറിയിക്കേണ്ടതൊക്കെ മുൻകൂട്ടി നമ്മളെ അറിയിച്ചേനെ. അച്ഛനിപ്പോ ഇവിടെയാണെന്നും ഹരിതയുടെ വീട്ടിലാണ് താമസമെന്നും ഒക്കെ പറഞ്ഞേനെ. ഇന്ന് ഈ നിമിഷം വരെ അത് പറഞ്ഞിട്ടില്ല. വിളിക്കുമ്പോഴൊക്കെ ഗുരുവായൂരാണെന്നാ പറയുന്നത്. എടാ, അച്ഛന് ഇടയ്ക്ക് വഴിതെറ്റിപ്പോയോ? ആ, അതാണ് എന്റെ സംശയം. ഏട്ടന് ഓർമ്മയില്ലേ, കുറെ കാലമായിട്ട് അച്ഛൻ സ്ഥിരം പോകുന്നത് കോട്ടയത്തേക്കാ. എടാ, അത് പനച്ചിക്കാട് അമ്പലത്തിലേക്കല്ലേ പോകുന്നത്? ആ, ഈ ഹരിതയുടെ വീടും ആ ക്ഷേത്രത്തിനടുത്താ. അതല്ല രസം. അമ്മയും ചാരും കൂടെ ഹരിതയുടെ വീട്ടിൽ പോയി. ആ സമയത്ത് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നറിയില്ല. അല്ലടാ, നീയും അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹരിതയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടെ വെച്ച് നിങ്ങൾ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. ആ സമയത്ത് എവിടെയെങ്കിലും കയറി ഒളിക്കുന്നതായിരിക്കും. ഹരിതയ്ക്കൊപ്പം ദീപരചനയുള്ള സമയത്ത് അമ്മ അവിടെ ചെന്നിട്ടുണ്ട്. ആ സമയത്ത് അവരും അമ്മയുടെ കണ്ണിൽ പെടാതിരിക്കാൻ പിന്നാമ്പുറത്ത് പോയി ഒളിക്കുമായിരുന്നു. നമ്മുടെ അച്ഛന് ഇങ്ങനൊരു മുഖം ഉണ്ടായിരുന്നു. എന്തായാലും സത്യം കണ്ടെത്തിയേ പറ്റൂ ഏട്ടാ. ഞാനിപ്പോ അതുകൊണ്ട് മറ്റു തലവേദനയൊക്കെ വിട്ടിട്ട് ഇതിന്റെ പിന്നാലെ. ജയ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊരു ബന്ധം അച്ഛനുണ്ടെങ്കിൽ അമ്മ അച്ഛനെ അടുക്കളയിലിട്ട് കഷ്ടപ്പെടുത്തിയ സമയത്ത് അമ്മയെ തള്ളിക്കളഞ്ഞിട്ട് അച്ഛന് വേണമെങ്കിൽ പോവായിരുന്നു. ആ സമയത്തൊക്കെ അമ്മ ജയിലിലല്ലേ ഏട്ടാ. പിന്നെ ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ ഞാനും ദീപയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളും കൂടെ ഇറങ്ങിയപ്പോഴല്ലേ അച്ഛനും ഇറങ്ങിയത്. അതിനുശേഷമായിരിക്കുമല്ലേ ഇങ്ങനൊരു ബന്ധം ഉണ്ടായത്. ഈ ചുരുങ്ങിയ ദിവസം കൊണ്ടോ? എന്റെ ഏട്ടാ, ഹരിതയെക്കുറിച്ച് പറയുമ്പോ അച്ഛന് 100 നാവാ. എന്ന് മാത്രമല്ല, ഹരിത ജോയിൻ ചെയ്തതിനു ശേഷം അച്ഛനും ഹരിതയും തമ്മിൽ റോഡരികിൽ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടതാ. അന്നാണ് അച്ഛൻ അവരുടെ കുടുംബ സുഹൃത്താണെന്നൊക്കെ പറഞ്ഞത്. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ നമ്മൾ സംശയിക്കുന്നത് ഒരു പരിധി വരെ ശരിയായി വരാനാണ് സാധ്യത. ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല അച്ഛനൊരു ചിന്ന വീടുണ്ടെന്ന്. ഇല്ലാന്ന് നമുക്ക് കരുതാം. ആ പറച്ചില് മാറ്റിക്കോ, എന്നിട്ട് കല്യാണ പെണ്ണാവാൻ തയ്യാറായിക്കോ. മോളെ, ജഗൻ നാട്ടുകാർക്കിടയിൽ നല്ല ഇമേജ് അല്ല. അതുകൊണ്ട് ജഗൻ ഇവിടേക്ക് വരുമ്പോ ആൾക്കാര് അടക്കിയ സ്വരത്തിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടാവും. അയലത്തുകാരുടെയും നാട്ടുകാരുടെയും ഒന്നും നാവ് നമുക്ക് അടപ്പിക്കാൻ പറ്റില്ലല്ലോ അമ്മേ. അതുകൊണ്ട് അതേപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് തന്നെയാ ഞാനും ജഗനോട് പറഞ്ഞത്. ഇനിയിപ്പോ എവിടേക്ക് വരണമെന്ന് തോന്നുമ്പോഴൊക്കെ വന്നോട്ടെ. നമ്മളെ സ്നേഹിക്കുന്നവരും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരെയും നമ്മൾ അരികിൽ നിർത്തുക വേണ്ടത്. അതുകൊണ്ട് ജയന്റെ കാര്യത്തിൽ മോൾ എന്ത് തീരുമാനം എടുത്താലും അതെനിക്കൊരു പ്രശ്നമല്ല. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഇന്നത്തെ കാലത്ത് അമ്മമാർ ഒറ്റപ്പെടുമ്പോ അവരോട് വിവാഹം കഴിക്കാൻ പറയുന്ന മക്കളാ കൂടുതൽ. മുൻപതൊക്കെ നമ്മുടെ സമൂഹത്തിൽ അറപ്പും വെറുപ്പുമായിരുന്നു. എന്നാ അതിനൊക്കെ മാറ്റം വന്നോണ്ടിരിക്കയല്ലേ. അങ്ങനെയുള്ളപ്പോൾ പിന്നെ മോളോട് പറയേണ്ട കാര്യങ്ങൾ ഞാൻ മറച്ചു വെക്കേണ്ട കാര്യം എന്താ? അതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു. മോള് സഞ്ചരിക്കുന്ന വഴിയും തിരഞ്ഞെടുക്കുന്ന ആൾക്കാരും നല്ലതായിരിക്കും. പിന്നെ അതിന് ചോദ്യം ചെയ്യേണ്ട കാര്യം എനിക്കില്ലല്ലോ. അമ്മ പറയുന്നത് പോലൊരു പരിധി വിട്ട അടുപ്പമൊന്നും എനിക്ക് ജഗനുമായിട്ടില്ലമ്മ. ഞാൻ ഹരിതയിൽ നിന്നും അവളുടെ വീട് എവിടെയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചാരു അമ്മ അവിടെ പോയതുകൊണ്ട് അവര് പറഞ്ഞ ലൊക്കേഷനൊക്കെ ഏതാണ്ട് എനിക്കറിയാം. ഞാൻ പൂജയുടെ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. അവള് പറയുന്നത് അവിടെ വരെ ഒന്ന് പോയാലോ എന്ന്. പനച്ചിക്കാട് അമ്പലത്തിൽ തൊഴുകയും ചെയ്യാം. പോയിട്ട് അല്ല, അവിടെ പോയി ഏതെങ്കിലും ചെറിയൊരു കടയിൽ കയറിയിരുന്ന് സംസാരിക്കുമ്പോ അച്ഛൻ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും നമുക്ക്.
ഈ ഹരിതേ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആള് സ്മാർട്ടാ. സംശയം തോന്നിയത് പിന്നെ എനിക്ക് ഈ പെൺകുട്ടിക്ക് അച്ഛനുമായിട്ട് സാമ്യമുണ്ടെന്ന് തോന്നുക. എടാ എനിക്കും ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ട്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കോ? അച്ഛന്റെ മകളാകൂ? എടാ അങ്ങനെയാണെങ്കിൽ ഈ ആലോചനയായിട്ട് ഹരിത മുന്നോട്ട് പോവോ? എടാ ഈ കുട്ടി നമ്മുടെ അച്ഛന്റെ മകളാണെങ്കിൽ അവള് നമുക്ക് പെങ്ങളല്ലേ? അതുകൊണ്ടായിരിക്കോ ഹരിതയെ 100% വിശ്വസിക്കാന്നൊക്കെ അച്ഛൻ പറഞ്ഞത്? അച്ഛൻ ഗുരുവായൂരാണെന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ തന്നെ കിടന്ന് കറങ്ങുക. എന്തൊക്കെ ചുറ്റിക്കളി ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. വെറുതെ അച്ഛനെ സംശയിക്കല്ലേ ലാലേട്ടാ. അച്ഛൻ അങ്ങനെ കള്ളം പറഞ്ഞു നടക്കുന്ന ഒരാളല്ല. അല്ല പിന്നെന്തിനാ ഗുരുവായൂരുണ്ടെന്ന് പറഞ്ഞ ആള് ഇവിടെ കിടന്ന് കറങ്ങുന്നേ? അച്ഛൻ വർഷത്തിൽ ഒരിക്കലെങ്കിലും തീർത്ഥയാത്ര പോകാറുണ്ട്. അമ്പലത്തിന്റെ കാര്യമല്ലെന്ന് കരുതിയിട്ട് അമ്മ വിടാറുമുണ്ട്. മിക്കപ്പോഴും അച്ഛൻ തമ്പടിക്കുന്നത് പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിലും തിരുനക്കര അമ്പലത്തിലൊക്കെ. ഗുരുവായൂരും മൂകാംബയിലൊക്കെ വല്ലപ്പോഴേ പോകാറുള്ളൂ. പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിന്റെ അടുത്തല്ലേ നമ്മുടെ ഹരിതയുടെ വീട്? അതെ. യാത്ര പോകുമ്പോ അവിടെ ഹരിതയുടെ വീട്ടിലേക്ക് പോകുമോന്നറിയില്ല. പോകാനുള്ള സാധ്യതയുണ്ട്. അവരെ കുടുംബ സുഹൃത്തുക്കളല്ലേ? അങ്ങനെ ഒരു സൗഹൃദത്തിനപ്പുറം ആ കുടുംബമായിട്ട് അച്ഛന് എന്തെങ്കിലും ബന്ധമുണ്ടോന്നാ ഞാൻ സംശയിക്കുന്നത്. ലാലേട്ട വെറുതെ ലാലേട്ടന്റെ അമ്മയെ പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കല്ലേ. ലാലേട്ടൻ ഇത് പറഞ്ഞപ്പോഴാ ഞാൻ വേറൊരു കാര്യം ചിന്തിച്ചത്. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ ദീപേ? ലാലേട്ടന്റെ അച്ഛനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഹരിതയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. ആ സമയത്ത് അവൾക്ക് 100 നാവ. അവളുടെ വീട്ടില് ലാലേട്ടന്റെ അച്ഛൻ പോയതും അതുപോലെ തന്നെ അവര് തമ്മിലുള്ള അടുപ്പത്തെ പറ്റിയൊക്കെ അവള് വാതോരാതെ സംസാരിക്കാറുണ്ടായിരുന്നു. അത് ഹരിതയുടെ അച്ഛനുമായിട്ട് ലാലേട്ടന്റെ അച്ഛന് വലിയ അടുപ്പമായിരുന്നല്ലോ. ഒരു കുടുംബം പോലെ അവര് കഴിഞ്ഞിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? പക്ഷെ ഹരിത എന്റെ ഷോറൂമിലേക്ക് വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കുടുംബത്തെ പറ്റി ഞങ്ങളോട് ആരോടും അച്ഛൻ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ അതിന്റെ പിന്നാലെ ലാലേട്ടൻ പോവാൻ പോവാണോ? കള്ളം പറയാത്ത അച്ഛൻ അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയണം. മറ്റൊരുപാട് തലവേദനകൾ ഉണ്ടല്ലോ ലാലേട്ട. പിന്നെ ഇതിന്റെ പിന്നാലെ പോണോ? അത് ശരിയാ. നിങ്ങളുടെ ഡിവോഴ്സ് നടത്തണമെന്നും ലാലേട്ടന്റെ കല്യാണം 10ാം ഉദയത്തിന് നടത്തണമെന്നും ഇവളുടെ അമ്മായിയമ്മ തീരുമാനിച്ചിരിക്കുക. അതിനൊക്കെയല്ലേ ലാലേട്ട നമ്മളിപ്പോ പരിഹാരം കാണണ്ടേ? എന്ന് കരുതി അച്ഛൻ ഇവിടെ തമ്പടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയണ്ടേ? എവിടെ അച്ഛൻ താമസിക്കുന്ന അറിയണ്ടേ? ഞങ്ങളൊരു അന്വേഷണം നടത്തണോ ലാലേട്ട? ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. 2 ദിവസത്തിനുള്ളിൽ ഇതിന് ഞാനൊരു ഉത്തരം കണ്ടെത്തിക്കോളാം. ഹരിയേട്ടനും ചില രംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. എന്നുവെച്ചാ? അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. എങ്കിലും ചില ഫോട്ടോസൊക്കെ എനിക്ക് കിട്ടി. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ അച്ഛനും ഇടയ്ക്ക് തന്റെ ഇടം കാട്ടിയോന്നൊരു സംശയം. എങ്ങനെ? നിങ്ങളൊക്കെ പറയുന്ന പോലെ വെറുതെ സംശയം വെച്ച് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ജയ, നീ കല്യാണത്തിന്റെ കാര്യം ഹരിതയോട് സംസാരിച്ചായിരുന്നോ? ഞാൻ സംസാരിച്ചിരുന്നു. എടുപിടിയൊന്നും പറ്റില്ലെന്ന ഹരിത പറയുന്നത്. ആ വീട്ടിൽ ഹരിത മാത്രമേ ഉള്ളൂ. ഹരിതയുടെ അമ്മയ്ക്ക് അതുകൊണ്ട് എല്ലാവരെയും ഒന്ന് വിളിച്ച് കുറച്ച് സമാധാനമായിട്ട് നടത്തണമെന്നാണ് ആഗ്രഹം. ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അവളും അവളുടെ അമ്മയും മാത്രം വന്നാ മതി. താലികെട്ട് നടക്കും. നമ്മളും കുറച്ചുപേരെ വിളിച്ചിട്ടുള്ളൂ. കാർത്തിയുടെ വീട്ടിൽ നിന്ന് ഒരുപാട് പേര് വരും. അത് മതി ആൾക്കൂട്ടത്തിന്. എന്തായാലും നിശ്ചയിച്ചുറപ്പിച്ച ഡേറ്റും മാറാൻ പാടില്ല. എന്തിന്റെ പേരിലായാലും ശരി. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒരുപാടായതുകൊണ്ട് എന്റെ ബിസിനസ് ഇപ്പൊ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതൊന്ന് ക്ലിയർ ചെയ്യാതെ ഇത്തരത്തിലുള്ള ടെൻഷനൊക്കെ പിടിച്ച് തലയിൽ വെക്കുന്നത് വലിയ പാടാ. കണ്ടോ ഇപ്പോ ട്രാക്ക് മാറാനുള്ള പരിപാടിയാ. ട്രാക്ക് ഒന്നും മാറുന്നില്ല. ഹരിത അല്ലാതെ വേറൊരു പെൺകുട്ടിയെ ഇനി ഞാൻ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞല്ലോ. അവള് ബ്രില്യന്റ് ആണ്. ഞാൻ ഇല്ലെങ്കിൽ പോലും അവള് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തോളൂ. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാടാ ബിസിനസ് താഴോട്ട് പോരുന്നേ?
എന്താ ഏട്ടനൊന്നും മിണ്ടാത്തെ? അവള് ബ്രില്യന്റ് ആണെന്നേ എനിക്കും അറിയാം. അതുകൊണ്ടാ അവളെ ഏട്ടൻ തന്നെ കെട്ടണമെന്ന് ഞാനും വാശി പിടിച്ചത്. എന്ന് മാത്രല്ല, എന്നെ പോലെ തന്നെ MBA കഴിഞ്ഞ് അവൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതാ. അങ്ങനെ ഒരുത്തി ഷോറൂമിലുള്ളപ്പോ ഏട്ടനെന്നല്ല ആർക്കും വലിയ പണിയൊന്നുമില്ല. അവൾ അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാ. പക്ഷേ ഇപ്പൊ ഈ കല്യാണത്തിന് തിരക്ക് വരുമ്പോ അവൾക്ക് ഒന്ന് ഒരുങ്ങാൻ 1 മാസമെങ്കിലും വേണ്ടേ? അങ്ങനെ അവധി കൊടുക്കാൻ പറ്റിയ സമയം അല്ല ഇത്. നിന്നെ അല്ല അവള് കല്യാണം കഴിക്കുന്നെന്നിരിക്കട്ടെ, അങ്ങനെയെങ്കിൽ 1 മാസം അവൾക്ക് അവധി കൊടുക്കോ? അങ്ങനെ കൊടുക്കാൻ അവളുടെ പ്രസവമൊന്നും അല്ലല്ലോ നടക്കുന്നേ. ജയ, വെറുതെ ഓരോ വില കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് കല്യാണം നീട്ടിക്കൊണ്ടു പോവാൻ നീ ശ്രമിക്കരുത്. അതിന് ഞാനിനി സമ്മതിക്കില്ല. ഇവളുടെ കെട്ട് നടക്കുമ്പോ നിന്റെ കെട്ട് നടന്നേ പറ്റൂ. കുറച്ചു ദിവസമായിട്ട് ഞാനിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാ. അത് അമ്മേ, നീ വേറൊന്നും അറിയണ്ട. കല്യാണത്തിന്റെ അന്ന് കല്യാണ ചെക്കനായി വന്നിരുന്നാ മതി. ബാക്കി നിന്റെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ മുറ പോലെ നടക്കട്ടെ. ഇന്നത്തെ കാലത്ത് കല്യാണം എന്നൊക്കെ പറയുന്നത് പഴയതുപോലെ അല്ല. മിക്ക ബന്ധങ്ങളും ശിഥിലായിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ളപ്പോ കുറച്ചുകൂടെ അടുത്ത ശേഷം, അയാളെ അറിഞ്ഞ ശേഷം കല്യാണം നടത്തായിരിക്കും നല്ലതമ്മേ. ചുരുക്കി പറഞ്ഞ ഈ കല്യാണത്തിന് ചേട്ടന് താല്പര്യമില്ലെന്നൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞോ? നിനക്കെന്താ മലയാളം മനസ്സിലാവില്ലേ? എല്ലാം ശരിയാ, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിന്നെ ഞങ്ങളെക്കാൾ മുന്നേ അറിയുന്നവനാണ് ആ കാർത്തി. അവനെ എന്റെ മരുമകനാവാൻ പോകുന്നവനാ. അവന്റെ അച്ഛന് എതിർപ്പുണ്ടായിട്ട് കൂടി അവൻ ഇവളെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. അങ്ങനെയുള്ള ഒരുത്തൻ നിന്റെ കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുമ്പോ അതിൽ കുറച്ച് കാര്യമുണ്ടെന്ന് ഞങ്ങൾ കരുതണം. അതുകൊണ്ട് ഇനിയിപ്പോ തർക്കിച്ച് സമയം കളയാൻ ഞാൻ എന്തു പറയാനും മോനെ, ജയലാല് നിസ്സഹായനാ. ഇവിടെ പറഞ്ഞു തിരുത്തേണ്ടത് അയാളുടെ അമ്മയാ. പക്ഷേ അതിന് കഴിയുന്ന ആരും ഇപ്പൊ അവർക്കിടയിൽ ഇല്ലല്ലോ. ഇങ്ങനെ പോവുകയാണെങ്കിൽ 10ാമതേത്തിന്റെ തലേന്ന് പലരെയും തട്ടിക്കൊണ്ടു പോകേണ്ടി വരും. അത് ആരെ വേണമെന്ന് ഇനി തീരുമാനിക്കണം. അതൊക്കെ വലിയ തലവേദനയല്ലേ ജഗ? ഇവിടെ ജയലാല് കുറച്ച് ബുദ്ധി കാണിച്ച കാര്യം നടക്കും. അയാൾക്ക് ദുബായിലൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്നാ പറഞ്ഞത്. ഇവിടുന്ന് പോവുകയാണെങ്കിൽ നിഷ്പ്രയാസം ഒരു ജോലി സംഘടിപ്പിക്കാം. പിന്നെ ദീപയും നന്നായിട്ട് പഠിച്ച കൂട്ടത്തിലാണല്ലോ. രണ്ടുപേരും ഒരു ദിവസം ഫ്ലൈറ്റ് കയറി അങ്ങ് പോണം. അങ്ങനെ പോകാനുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്തു കൊടുത്തോളാം. അല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഇവിടെ ജയലാലിന്റെ അമ്മയും അനിയത്തിയാണ് പ്രതികൾ. അവരുടെ ദേഹത്ത് എന്തായാലും കൈവയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. രണ്ടിന്റെയും സ്വഭാവമാണെങ്കിലും അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. സത്യം പറഞ്ഞ രണ്ടിനും വെട്ടിക്കണ്ടിച്ച് കത്തിച്ച് കളയാ വേണ്ടത്. കാർത്തി ചാരുവിനെ കല്യാണം കഴിക്കുന്നതാ മറ്റൊരു തലവേദന. അവൻ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോന്ന എന്റെ സംശയം. അതിനുള്ള മരുന്ന് ഞാൻ അവന് കൊടുത്തോളാം. ഇപ്പൊ പിന്നെ നമുക്കാർക്ക് അവനെ കൊണ്ട് ശല്യമൊന്നുമില്ല. അതുകൊണ്ടാ ഞാൻ മാറി നിൽക്കുന്നത്. പക്ഷേ ജയലാലിന്റെ അമ്മയും അനിയത്തെയൊക്കെ ഇളക്കി വിടുന്നത് അവനാണോന്ന് എനിക്ക് സംശയമുണ്ട്. ജയലാല് മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ സംഭവിച്ചെങ്കിലും അവനറിയാം അതൊക്കെ നാടകമായിരിക്കുമെന്ന്. ഏതായാലും ഞാനിങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഒരു കാര്യം പറയുക. ഇത്തരം കാര്യങ്ങൾ ആലോചിച്ച് അമ്മയും അമ്മയുടെ മക്കളും ഒരു തരത്തിലും ടെൻഷൻ അടിക്കാൻ പാടില്ല. ഇപ്പൊ അസുഖമൊക്കെ മാറിയതുകൊണ്ട് അമ്മ പഴയതുപോലെ കുറച്ചുകൂടെ തന്റെ ഇടം കാണിക്കണം. സന്തോഷപൂർവ്വം പുറത്തോട്ടൊക്കെ ഇറങ്ങണം. എന്തൊക്കെ പ്രശ്നം വന്നാലും തല ഉയർത്തിപ്പിടിച്ച് അതിനെയൊക്കെ നേരിടണം. ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു. അമ്മയായിരുന്നു എന്റെയൊക്കെ ഒരു റോൾ മോഡൽ. അമ്മയെ അനുകരിച്ചു തന്നെയാ ഇത്രയും നാളും ജീവിച്ചതും. പക്ഷേ ഇടക്കാലത്ത് അമ്മയൊന്ന് തണുത്തുപോയി. ഇനി അത് പാടില്ല. അമ്മ പഴയ വില്ലേജ് ഓഫീസറെ പോലെ എന്തിനേയും നേരിടാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരണം. ജയലാലിന്റെ അമ്മ ഇടഞ്ഞോണ്ട് വന്നാല് ഇപ്പൊ സംസാരിക്കുന്ന പോലല്ല. അവര് തീരെ താഴേക്ക് പോകുമ്പോ അതിനൊപ്പം പിടിക്കാൻ നോക്കണം. എന്ന് വെച്ചാ മോശമായ വാക്കുകൾ പറയുമ്പോ തിരിച്ചതുപോലെ പ്രതികരിച്ചാലേ ഇവരെ പോലെ ഉള്ളവരൊക്കെ അമ്മയെ കാണുമ്പോ ഒഴിഞ്ഞു മാറി പോവും. തല്ലാൻ കൈപൊക്കിയ ആ കയ്യില് കടന്നു പിടിക്കുകയും തിരിച്ച് തല്ലുകയും വേണം. അല്ലാതെ ഇത്തരക്കാരെ ഒന്നും മെരുക്കാൻ പറ്റില്ല.
ഇതൊക്കെ എന്തിനാണോ എന്നോട് ഒന്ന് പറയണേ? അല്ല, അവരുടെ കല്യാണം വരുമ്പോഴേ എതിർക്കണ്ടെന്ന് പറഞ്ഞതാ. അല്ല, എതിർത്താലേ പള്ളക്ക് കത്തി കയറും. ഏത് വലിയ വക്കീലായാലും ശരി, കത്തി എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാലേ ഉടല് പുറത്തിയാടും. എനിക്കിപ്പോ ആ വീടുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഇയാൾ വന്നാൽ എന്നോട് പറയേണ്ട കാര്യവുമില്ല. അത് മാത്രം പറയാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. പിന്നെ നിങ്ങളുടെ മോളെയും മരുമോനെയും തമ്മിൽ പിരിക്കാനാണോ വക്കീൽ സാറിന്റെ പരിപാടി? അതും എനിക്കറിയാത്ത വിഷയമാ. അങ്ങനെ അറിയാന്നുള്ള ഒരുത്തനുണ്ട്, കാർത്തികേയൻ. അവൻ ജയലാനന്ദന്റെ പെങ്ങളെ കെട്ടാൻ വേണ്ടി നടക്കുകയാ. അത് നടന്നെന്ന് പറഞ്ഞാ മതി. അത് അവനോട് പോയി പറഞ്ഞൂടെ? എന്നോട് എന്തിനാ പറയുന്നേ? അല്ല, അത് ഇവിടെ പറഞ്ഞാൽ അവന്റെ കാതിൽ എത്തുമല്ലോ. നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് മച്ചാനും അല്ലേ? ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല. ഒന്ന് ചുമ്മാ ഇരി സാറേ. അവന്റെ പിന്നിൽ ഞങ്ങളുടെ പിള്ളേരുണ്ട്. അവൻ എവിടെ പോകുന്നു, അവൻ ആരെയൊക്കെ കാണുന്നു, അതൊക്കെ കൃത്യമായിട്ട് അവര് നോക്കിയിട്ടിരിക്കുക. വെറുതെ അവനോടൊപ്പം കൂടി സാറ് സ്വന്തം തടി കേടാക്കണ്ട. അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. വെറുതെ അവനോടൊപ്പം കൂടി വക്കീലിന്റെ ആയുസ് കുറയ്ക്കണ്ട. സാറ് കയറിയിരിക്കുന്നോ? ഏയ്, ഞാൻ കയറുന്നില്ല. കുറച്ച് തിരക്കുണ്ട്. ഇപ്പൊ ഇത് തരാനായിട്ട് വന്നതാ. പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മടിക്കണ്ട. ഹരിത ഇപ്പോ എനിക്ക് ദീപയ്ക്ക് വേണ്ടി ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യം കൂടെ നോക്കേണ്ടത് ഇപ്പൊ എന്റെയും കൂടെ ഉത്തരവാദിത്തമല്ലേ? ഓ, അതൊന്നും വേണ്ട സാറേ. സാറിന്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ടാ മോൾ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ അച്ഛൻ പറഞ്ഞുകൊണ്ട് തന്നെയാ ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന്. ആ, പിന്നെ അച്ഛൻ വിളിക്കാൻ പറ്റുമോ ചെയ്തായിരുന്നോ? ഇല്ല, വിളിച്ചില്ല. അല്ല, അച്ഛൻ ഇവിടെ എവിടെയെങ്കിലും ഒരു വീടെടുത്ത് കൊടുത്താലോ എന്ന് ആലോചിക്കുക. ഇപ്പോ ദീപയുടെ വീട്ടില് ദീപയും രചനയും മാത്രമേ ഉള്ളൂ. അവിടെ അച്ഛന് താമസിക്കാൻ മുറിയുണ്ട്. അങ്ങോട്ട് പോയാലും കുഴപ്പമില്ലല്ലോ. അത് നല്ല കാര്യം. ഇടയ്ക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് താമസിക്കാമല്ലോ. ശരി. അവൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. പിന്നെന്തിനാ എത്ര പെട്ടെന്ന് വിളിക്കുന്നത്? ഹലോ. അച്ഛൻ എവിടെയാ? ഹലോ അച്ഛാ. ഹലോ. ഞാൻ ഗുരുവായൂരാ മോനെ. ഇവിടുന്ന് നെല്ലുവായിക്ക് പോയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടാ? എടാ, നെല്ലുവായിക്ക്. അവിടെ ധന്വന്തരി മൂർത്തിയാണല്ലോ. അവിടെ പോയി മുക്കുടി നിവേദ്യം ഒന്ന് സേവിക്കണം. എന്തെങ്കിലും കൈവിഷമോ മറ്റോ വയറ്റി പോയിട്ടുണ്ടെങ്കിൽ മുക്കുടി നിവേദ്യം അകത്ത് എന്നാ മതി. അതിനൊരു ശമനം കിട്ടും. ഇനിയിപ്പോ ഗുരുവായൂർ ഭാഗത്തൊക്കെ ഇറങ്ങിയിട്ട് എങ്ങോട്ടാ പോകുന്നേ? അവിടുന്ന് മുത്തപ്പന്റെ അടുത്തുനിന്ന് പോണം, പഴശ്ശിനിക്കടവില്. പിന്നെ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം കൂടി കയറിയിട്ട് മൂകാംബികയ്ക്ക് പോകണോ തിരിച്ചു വിടണോ തീരുമാനിച്ചിട്ടില്ല. അല്ല, ഇടയ്ക്കിടയ്ക്ക് നീ ഇങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ. എന്തു പറ്റി? എന്താ, അച്ഛനെ മോനെ വിളിക്കാൻ പാടില്ല? അല്ല, വിളിക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നോണ്ട് ചോദിച്ചേ ഉള്ളൂ. ഞാൻ ആകെ ടെൻഷനില്ല. 10ാം ഉദയത്തിന്റെ അന്ന് കല്യാണം നടത്തണമെന്നാ അമ്മ പറയുന്നത്. എടാ, മിക്കവാറും 10ാം ഉദയത്തിന് മുമ്പ് അവളുടെ 16 എല്ലാവരും കൂടി കൂടേണ്ടി വരും. അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക്. എന്നാ പിന്നെ മുക്കുടിയൊക്കെ സേവിച്ചിട്ട് പോരെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ദേ, ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, നിങ്ങൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. നിന്നെ ഈ ഊരാക്കുടുക്കിന്ന് രക്ഷിക്കണമെന്ന് ഗുരുവായൂരപ്പനോടും സകല ദൈവങ്ങളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹരിതമോൾ എന്ത് പറയുന്നു? കുഴപ്പമൊന്നുമില്ല, ആളെ വിശ്വസിക്കാലോ അല്ലേ? എടാ, ഞാൻ എത്ര തവണ പറഞ്ഞു മോനെ, ഹരിതമോളുടെ കാര്യത്തില് സംശയം ഒന്നും വേണ്ടാന്ന്. എന്നെക്കാളും വിശ്വസിക്കാവുന്ന കൂട്ടത്തിലാ. ഞാനിപ്പോ ഹരിതയുടെ വീട്ടിൽ പോയിരുന്നു. ഹരിതയുടെ അമ്മയുടെ കയ്യിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതൊന്നും വേണ്ട മോനെ.
അതൊക്കെ അവര് നോക്കിക്കോളുമല്ലോ. നീ പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ആ കൊച്ചിന്റെ കയ്യിൽ കൊടുത്താ മതി. അങ്ങനെ കൊടുത്താലും അത് വാങ്ങിക്കത്തില്ല. ആ, അത് ശരിയാ. എല്ലാത്തിന്റെ അവസാനം ഇതിനൊക്കെ ഒരു പരിഹാരം കാണുന്നത് ആ പയ്യന. പക്ഷേ ഇവിടെ രാഗിണി ഒരു സ്ത്രീയായി പോയതാ പ്രശ്നം. ബുള്ളറ്റ് ജഗൻ സ്ത്രീകളുടെ ദേഹത്ത് കൈവയ്ക്കത്തില്ല. അല്ലെങ്കിൽ അവളെ രാഖി രാമനെ എവിടെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിച്ചേനെ. എനിക്ക് നല്ല ഭയമുണ്ട്. ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കൂന്ന് ഓർത്തിട്ട്. നിൽക്കുന്നത് ഞാൻ പറഞ്ഞിടത്ത് തന്നെയായിരിക്കും. അവളെ ചിതയിൽ വെക്കാനുള്ള അവസരം അവളെ തന്നെ ഉണ്ടാക്കുക. കത്തിക്കണം ജീവനോടെ ഇങ്ങനെയുള്ള ഇനങ്ങളെയൊക്കെ. തീയിട്ട ദഹിക്കാത്ത അത്ര അഴുക്ക അവളുടെ ശരീരത്തിലും മനസ്സിലും. അങ്ങനെയുള്ളവള് കത്തി അമരുന്നതില് എന്ത് തെറ്റാ ഉള്ളത്? ഈ പോക്ക് കണ്ടിട്ട് അച്ഛൻ അവരെ കത്തിക്കുന്നു തോന്നുന്നല്ലോ. അത് പലതവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പരിധി വിട്ട് കഴിഞ്ഞാ എന്റെ തലയിലേക്ക് ഞാൻ തന്നെ എടുത്തു വെച്ച ആ പാപത്തെ ഈ ഞാൻ തന്നെ ഒഴിവാക്കും. എല്ലാവരുടെയും സമാധാനത്തിന് വേണ്ടി. കാർത്തി അഹങ്കാരത്തിന് കൈയും കാലും വെച്ച് ജയലാലേട്ടന്റെ പെങ്ങളെ കല്യാണം കഴിക്കുന്നത് ജയലാലേട്ടന്റെ തട്ടുകേടാ. പിന്നെ കല്യാണം നടത്തണം. എന്തായാലും ജയലാലേട്ടൻ ദീപ ചേച്ചിയെ കൈവിടില്ലെന്നുള്ള കാര്യം ഉറപ്പാ. നീ എന്താ ഇപ്പൊ റൂട്ട് മാറ്റിയത്? അവളെ പോലെ ഒരു അഹങ്കാരി പെണ്ണ് കാർത്തിയെ കല്യാണം കഴിക്കണമെന്നല്ലേ നീ നേരത്തെ പറഞ്ഞത്? അവളുടെ ജീവിതം അങ്ങനെ തുലയട്ടെ എന്ന് നീ പറഞ്ഞല്ലോ. പക്ഷേ ആ കല്യാണം നടന്നാ തൊലയുന്നത് ദീപ ചേച്ചിയുടെയും ജയലാലേട്ടന്റെ ജീവിതമായിരിക്കുമെന്നാണ് എനിക്കൊരു സംശയം. എന്നു മാത്രമല്ല, അന്നേ ദിവസം ജയലാലേട്ടന്റെ അമ്മ മറ്റൊരു കല്യാണം കൂടി നടത്താൻ പോകുകയാ. അപ്പൊ ആ ദിവസം കാർത്തിയുടെ കല്യാണം മുടങ്ങിയാലേ അതും മുടങ്ങും. അതൊരു തലവേദനയായിട്ട് നിൽക്കുക. ജയലാൽ ഇടയ്ക്ക് വിളിച്ച് സങ്കടവും ഭയവും ഒക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അയാളെ ആശ്വസിപ്പിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ കാർത്തിയോട് പറഞ്ഞാലോ അണ്ണാ? അവനെ കണ്ടപ്പോഴൊക്കെ അവൾ അവന് ചേർന്ന പെണ്ണാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പോയാ അവന്റെ അടുത്തേക്ക് ഇനി രോഗികൾ പോവോ? പോകാൻ പാടില്ല. പേര് ദോഷം കേൾപ്പിച്ചു കഴിഞ്ഞാ ഏത് സ്ഥാപനമായാലും പൂട്ടേണ്ടി വരും. ബ്ലഡൊക്കെ ചെക്ക് ചെയ്യുന്നതിന് അറുത്ത് മുറിച്ച് പൈസ വാങ്ങുന്നാ കേട്ടത്. എന്നാലും കുഴപ്പമില്ല. അവനെ കണ്ടിട്ട് പോകുന്ന ആൾക്കാരുടെ മുഖത്ത് ഒരു തൃപ്തി വേണ്ടേ? ഇനിയിപ്പൊ ആ ഭാഗത്തെ പറ്റി ചിന്തിക്കേ വേണ്ട. അമ്മമാരുടെ ശാപം കിട്ടിക്കഴിഞ്ഞാ രക്ഷപ്പെടാനുള്ള ചാൻസ് കുറവാ. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? ഞാൻ അവനെ ഒരിക്കലും ശപിച്ചിട്ടില്ല. അമ്മ അന്ന് അസുഖമായിട്ട് അയാളുടെ അടുത്തോട്ട് പോയ ശേഷം ഒറ്റയ്ക്കിരിക്കുമ്പോഴെങ്കിലും അമ്മ കരഞ്ഞിട്ടില്ലേ? ആ കണ്ണീരാ അയാൾക്ക് ശാപമായി വരുന്നത്. ഇപ്പോഴും ഞാൻ നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തില. അവന് നല്ലത് വരണമെന്നാ ഞാൻ ദൈവങ്ങളോട് പറയാറുള്ളത്. അതെ, ദൈവങ്ങള് നമ്മൾ പറയുന്നതും നമ്മുടെ പ്രാർത്ഥനയും മാത്രമല്ല കേൾക്കുന്നത്, നമ്മുടെ പ്രവൃത്തിയും കൃത്യമായി നോക്കി കാണുന്നുണ്ട്. അവിടെ കല്ലുകടി ഉണ്ടായ ഉറപ്പായും ദൈവങ്ങൾ കണ്ണടയ്ക്കും. അമ്മ നേരായ മാർഗത്തിൽ ജോലി ചെയ്തിട്ട് എത്ര തവണയാ സസ്പെൻഷനിലായത്? പിന്നെ വളഞ്ഞ വഴിയിലൂടെ പോയാലോ? അതും ഒരു ഡോക്ടർ. ഒരു മഹാമാരി വന്നിട്ട് മനുഷ്യന്റെ നടു ഒടിഞ്ഞിരിക്കുക. അതിന്റെ ദോഷഫലങ്ങൾ ഇപ്പോഴാ ഓരോരുത്തർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മോഷണമൊക്കെ പെരുകുമെന്നാ പേടി.
ഗുരുവായൂർ പോയ ആള് ഇവിടെ നിന്ന് പച്ചക്കറി വാങ്ങിക്കുവാണോ? എടാ മോനെ, കുറച്ച് നല്ല സാധനങ്ങളൊക്കെ വാരി വെക്കടാ. ഒരു കുടുംബ സുഹൃത്തിന്റെ വീട്ടുകാരോട് ഇത്രയും അടുപ്പം കാണിക്കേണ്ട കാര്യമില്ല. അവർക്ക് വേണ്ടി ഇങ്ങനെ കള്ളം പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ നാട്ടിൽ വരുമ്പോ 2 പെണ്ണുങ്ങൾ മാത്രമുള്ള ആ വീട്ടിൽ താമസിക്കേണ്ട കാര്യമില്ല. അയ്യ, തക്കാളിയൊക്കെ അളിഞ്ഞ തക്കാളിയൊക്കെ മാറ്റി വെണ്ടയ്ക്ക കുറെ എടുത്തിട്ട്. എത്ര ആയടാ? 430. ഒരു 4-5 മാസം മുമ്പ് ഇത്രയും പച്ചക്കറി മേടിച്ചാലേ ഒരു 100-120 രൂപയുടെ കുറവ് കണ്ടേനെ. ഓഹോ, ഇത് ഭയങ്കരം തന്നെ. ശരിയാ, ഇനിയും കൂടത്തേ ഉള്ളു ചേട്ടാ. അത് ശരിയാ. പച്ചക്കറിക്കും കാട്ടിക്കിടക്കുന്ന മൃഗങ്ങൾക്കും ഒക്കെ നല്ല വിലയുണ്ട്. മനുഷ്യന് മാത്രം കാലണയുടെ വിലയില്ല. അതെ, അവനെ കാലനെടുത്താൽ കൂടെ കിടക്കുന്നവർക്ക് അത്രയും സന്തോഷം. എന്നാ ശരി. ശരി.